അപ്പോൾ ഇനി നെക്സ്റ്റ് 6th ചാപ്റ്ററാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഒരു ചെറിയ ചാപ്റ്ററാണ്. സ്ട്രെസ്സ് എന്താണ്, സ്ട്രെസ്സ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഏതൊക്കെയാണ്, ദെൻ ജോബ് സ്ട്രെസ്സും ഓർഗനൈസേഷണൽ സ്ട്രെസ്സ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഇതിൻ്റെ ഹാഫ് ഓഫ് ദ ചാപ്റ്ററാണ് കവർ ചെയ്യുന്നത്. ആൻഡ് ബാക്കി നെക്സ്റ്റ് സ്ലൈഡായിട്ട് 2 സ്ലൈഡാക്കിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ, സ്ട്രെസ് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്ട്രെസ്സ് സിംപ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തന്നെയാണ് സ്ട്രെസ്സ്. മെൻ്റലി നമുക്ക് വരുന്ന പ്രഷറിനെയാണ് സ്ട്രെസ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ വർക്ക് റിലേറ്റഡ് ലൈഫിൽ വരാം, ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഓരോ സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സ് നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതിൽ സ്ട്രെസ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിച്ചാർഡ് എസ് ലസാറസിൻ്റെ ഒരു ഡെഫിനേഷനാണ് പഠിക്കാനുള്ളത്. ഇവിടെ എന്താ പറയുന്നത്, സ്ട്രെസ് ഈസ് എ കണ്ടീഷൻ ഓർ ഫീലിംഗ് എക്സ്പീരിയൻസ്ഡ് വെൻ എ പേഴ്സൺ പെർസീവ് ദാറ്റ് ഡിമാൻഡ് എക്സീഡ് ദ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിസോഴ്സസ് ദ ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു മൊബിലൈസ്. ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിലുള്ള സ്ട്രെസ്സാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെസ് എന്താ, ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിംഗ് അല്ലെങ്കിൽ കണ്ടീഷനാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് അത് എന്തുകൊണ്ടാണ് വരുന്നത്, സ്ട്രെസ്സിൻ്റെ കോസ് എന്ന് പറയുന്നത് ഡിമാൻഡ് എക്സീഡ് ദ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിസോഴ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു മൊബിലൈസ്. ഒരു പേഴ്സണിന് മൊബിലൈസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യാവുന്ന, അവർക്ക് അക്വയർ ചെയ്യാൻ കഴിയാവുന്നതിലും കൂടുതൽ റിസോഴ്സസോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റേഴ്സോ വരുന്ന സമയത്താണ് ഈ ഒരു സ്ട്രെസ്സ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരാൾക്ക് അക്വയർ ചെയ്യാവുന്ന റിസോഴ്സസ് അതിലും കൂടുതൽ ആവശ്യമായിട്ട് വരും, ഡിമാൻഡായിട്ട് വരുന്ന സമയത്താണ് ഈ ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ ടൈമിൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരമാവധി ഫിനാൻസിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട്, ചിലപ്പോൾ നമുക്ക് ബാങ്ക് വഴി ലോൺ എടുക്കാവുന്ന ഒരു മാക്സിമം സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്. പക്ഷേ അതിലും കൂടുതലാണ് നമുക്ക് ആ ഒരു ക്രൈസിസിൽ ആവശ്യമായിട്ട് വരുന്ന ഫണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ അതിന് കൺസേൺ ആകും. നമുക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന എമൗണ്ട് എങ്ങനെ അക്വയർ ചെയ്യാം, എങ്ങനെ അതിനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ടെൻഷൻ വരും. ഈ ഒരു ടെൻഷനാണ് സ്ട്രെസ് എന്നുള്ളതിലേക്ക് കൺവേർട്ടായിട്ട് മാറുന്നത്. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ കണ്ടീഷൻസിൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ റിസോഴ്സസിനേക്കാൾ ഉപരി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതിനും കൂടുതൽ റിസോഴ്സസ് ഡിമാൻഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ കണ്ടീഷനാണ് സ്ട്രെസ് എന്ന് ജസ്റ്റ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ്, ഇപ്പോൾ ഫീച്ചർ പറയുകയാണെങ്കിൽ 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 എലമെൻറ്റ്സിൻ്റെ ബേസിസിലാണ് സ്ട്രെസ് ഡെവലപ്പ് ആവുന്നത്. അത് 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ആൻഡ് ഡിമാൻഡാണ്. അപ്പോൾ കൺസ്ട്രെയിൻസും ഡിമാൻഡും വരുന്ന കേസിലാണ് സ്ട്രെസ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്താണ്, കൺസ്ട്രെയിൻറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യം, നമ്മൾ ഡിസയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. ദ ഫാക്ടർ വിച്ച് പ്രിവെൻറ്റ് us ഫ്രം ഡൂയിങ് വാട്ട് വി ഡിസയർ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് നമുക്ക് സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ ഡിമാൻഡാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ദ ലോസ് ഓഫ് സംതിങ് ഡിസയേർഡ്. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നഷ്ടപ്പെടുന്നത്, അതും നമ്മളെ സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യാം. അങ്ങനെ 2 സിറ്റുവേഷൻ അല്ലെങ്കിൽ 2 എലമെൻറ്റ്സിൻ്റെ ബേസിസിലാണ് ഈ ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ആവുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കൺസ്ട്രെയിൻറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞു
ദാറ്റ് പ്രിവെൻറ്റ് us ഫ്രം ഡൂയിങ് വാട്ട് വി ഡിസയർ. നമുക്കൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണ് പർച്ചേസ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ നമുക്കതിന് വേണ്ട ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ ക്യാഷ് കയ്യിലില്ല. അപ്പോൾ ഇവിടെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകാപ്പബിലിറ്റി ഓഫ് റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് ഇല്ല എന്ന് പറയുന്നത് നമ്മൾക്കൊരു കൺസ്ട്രെയിൻ്റ് ആണ്. ഇനി ഡിമാൻഡിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് സംതിങ് ഡിസയേർഡ്, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊമോഷനോ കാര്യങ്ങളോ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടും നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ മറ്റൊരാൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ആസ്പെക്റ്റിൽ എന്താ വരുത്തുകയാണ്, ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് പെർഫോമൻസിൽ ഇമ്പ്രൂവ് വരുത്തിയിട്ട് പോലും നമുക്ക് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെസ്സ്, നമുക്കൊരു ടെൻഷൻ, നമുക്കൊരു എന്താ പറയുക, നമുക്ക് വേണ്ട കൺസിഡറേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു ലെവലിലേക്കാണ് നമ്മളുടെ മെൻറ്റാലിറ്റീനെ ലീഡ് ചെയ്യിക്കുന്നത്. ഇതും ഇറ്റ് ഈസ് എ കോസ് ഓഫ് സ്ട്രെസ്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സ് വരുന്ന സമയത്തും സ്ട്രെസ്സ് ഒരു പേഴ്സണ് ഉണ്ടായേക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഫീച്ചർ, സ്ട്രെസ് ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പോൾ എന്താ നെഗറ്റീവ്, നോർമൽ കേസിൽ നമ്മളൊരു സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം മെൻ്റലി ഡൗൺ ആവുന്നൊരു സിറ്റുവേഷനാണ്, ഫിസിക്കലി ആൻഡ് മെൻ്റലി ഡൗൺ ആവുന്ന സിറ്റുവേഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കേസിലും ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകണമെന്നില്ല, ഇറ്റ് മേ ബി പോസിറ്റീവ്. അതെപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? നമ്മളിപ്പം ഒരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമുക്കുള്ള എബിലിറ്റീസിനെ പുറത്ത് വരാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ചില കേസിൽ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആ ഒരു സ്ട്രെസ്സിൽ നിന്നും പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യും, മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യും അവരുടെ കപ്പാസിറ്റി, അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ സ്ട്രെസ് ക്യാൻ ബി ഓൾസോ പോസിറ്റീവ്, എല്ലാ കേസിലും നെഗറ്റീവ് ആകണമെന്നില്ല. The next feature, there may be uncertainty over the outcome and the outcome must be important. അപ്പോൾ എന്താ സെർട്ടൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഷുവറാണ് ഒരു കാര്യം നടക്കും എന്നുള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും സ്ട്രെസ്സ് ഇൻവോൾവ് ആവുന്നില്ല, കാരണം അവിടെ സെർട്ടണിറ്റി ഉണ്ട്. ബട്ട് ചില കേസ് അൺസെർട്ടൈൻ ആയിരിക്കും, നമുക്ക് നടക്കുമോ നടക്കില്ലേ എന്നുള്ള രണ്ട് സിറ്റുവേഷൻ അവിടെ നമുക്ക് മുന്നിലുണ്ടെങ്കിലാണ് ഈ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് കോൺസെൻട്രേറ്റഡ് ആവുന്നത്. ആൻഡ് അത്തരത്തിലൊരു രണ്ട് സിറ്റുവേഷൻ മുന്നിലുണ്ട് അല്ലെങ്കിൽ അൺസെർട്ടനിറ്റി മുന്നിലുണ്ടെങ്കിൽ കൂടെ ആ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ആസ്പെക്റ്റിനെ റിലേറ്റ് ചെയ്യുന്നതോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോ ആയിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഔട്ട്കം മസ്റ്റ് ബി ഇമ്പോർട്ടൻറ്റ്. അവിടെ ഒരു അൺസെർട്ടനിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ആ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അൺസെർട്ടൈൻ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരിക്കണം. സോ അൺസെർട്ടൈൻ ആയിട്ടുള്ളൊരു ഔട്ട്കം ഉള്ള സിറ്റുവേഷൻസിലാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. ആൻഡ് ദ ഔട്ട്കം മസ്റ്റ് ബി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്കം ആയിരിക്കണം. ദെൻ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സർട്ടൈൻ ഫോംസ് ഓഫ് സ്ട്രെസ് ആർ നോർമൽ ആൻഡ് എസെൻഷ്യൽ. ചില കേസിൽ നമുക്ക് സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എസെൻഷ്യലാണ്. നമ്മൾ ഒന്നിനെക്കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുന്നില്ല അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചിട്ടും ബോധേഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് കൂടുതൽ നെഗ്ലിജൻ്റ് ആയി പോകും. അപ്പോൾ ചില കേസിൽ നമുക്ക് സ്ട്രെസ്സ് വേണം എന്നുള്ളത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ചിട്ട് മീനിങ് എന്താണ്, ഡെഫിനേഷൻ എന്താണ്, ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണ്. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള വേർഡ്സ് തന്നെയാണ്, ജസ്റ്റ് അത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കിപ്പോവാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ഫോം ഓഫ് സ്ട്രെസ്. ഫസ്റ്റ് ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നതാണ് മെൻ്റൽ സ്ട്രെസ്. ഇറ്റ് ഈസ് എ ബേസിക് ഫോം. എന്താ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫോം ഓഫ് സ്ട്രെസ്സാണ് മെൻ്റൽ സ്ട്രെസ്.
ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് ഓർ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ ലോജിക്കൽ ആൻഡ് റേഷണൽ വേ ഓഫ് തിങ്കിങ്. നമ്മളുടെ നോർമൽ വേ ഓഫ് തിങ്കിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ഈ ഒരു മെൻ്റൽ സ്ട്രെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ വി ലാക്ക് ദ കോൺസെൻട്രേഷൻ. നമുക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു ജോലിയും ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. ആൻഡ് ദ കോൺസ്റ്റൻറ്റ് വെറിയിങ്ങിന് ഇസ് എൻ ഇൻഡിക്കേഷൻ. ഇവിടെ നമുക്കൊരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് ഒരു കാര്യത്തിനും കുറിച്ചിട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഏതൊരു കാര്യത്തിനാണോ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിൽ കൂടുതൽ വെറിയിങ് ആവും ചെയ്യും. നമ്മൾ എപ്പോഴും ഒരു ഇപ്പോൾ ജോലീൻ്റെ കേസിലാണെന്നെങ്കിൽ നമ്മളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള കോൺസ്റ്റൻറ്റ് വെറിയിങ് ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ സാലറി കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വെറിയിങ് ആവുക. അങ്ങനെ ഒരു കാര്യത്തിൽ കൂടുതൽ വെറിയിങ് ആവുക ആൻഡ് ദ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ അതർ ആസ്പെക്റ്റ്. ഇതാണ് നമ്മളുടെ മെൻ്റൽ സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലെവലാണ് ഇവിടെ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ റേഷണൽ വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ട്രെസ്സാണ് മെൻ്റൽ സ്ട്രെസ്. ദ നെക്സ്റ്റ് ഇമോഷണൽ സ്ട്രെസ്സാണ്. ദിസ് ഇസ് ദ സെക്കൻഡ് ലെവലാണ് ആൻഡ് ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ മെൻ്റൽ സ്ട്രെസ്. Here, emotional stress is influenced by our emotional feelings. നമ്മളുടെ ഫീലിങ്സ് മെൻ്റൽ സ്ട്രെസ്സിനെ അപേക്ഷിച്ച് ഇമോഷണൽ സ്ട്രെസ്സ് കുറച്ചുകൂടെ വിസിബിളാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക ഇമോഷണൽ സ്ട്രെസ് ആണോ അല്ലേ എന്നുള്ളത്? നമ്മൾ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഈവൻ സില്ലി മാറ്റേഴ്സിൽ പോലും പെട്ടെന്ന് ഇറിറ്റേറ്റബിൾ ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് അഗ്രസീവ് ആവുക, ഷോർട്ട് ടെമ്പേർഡ് ആവുന്നതൊക്കെ ഈ ഒരു ഇമോഷണൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ മെൻ്റൽ സ്ട്രെസ്സിനോട് കൂടെ ഒരു എക്സ്ട്രാ ടെൻഷൻ കൂടെ വരുന്ന സമയത്താണ് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ പാനിക്കായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക ജോലി എടുക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് അഗ്രസീവ് ആവുക, ഇതൊക്കെയാണ് നമ്മളുടെ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നതാണ് ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫിസിക്കൽ സ്ട്രെസ്. ഫിസിക്കൽ സ്ട്രെസ് എന്ന് ആസ് ദ നെയിം സജസ്റ്റ് നമ്മളുടെ ഫിസിക്കൽ ആസ്പെക്റ്റിൽ എക്സ്പ്രസ്ഡ് ആവുന്ന സ്ട്രെസ്സാണ് ഫിസിക്കൽ സ്ട്രെസ്സ്. ഇവിടെ പെട്ടെന്ന് നമുക്ക് സിംറ്റംസ് വഴി പെട്ടെന്ന് തന്നെ നമുക്ക് ഫിസിക്കൽ സ്ട്രെസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഫിസിക്കൽ സ്ട്രെസ്സ് നമ്മൾ എന്ത് വഴിയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പെട്ടെന്നൊരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മാറ്റർ കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് വരുന്നത്, പലർക്കും വരുന്നതാണ് ബ്രീത്തിങ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ് വരുന്നത്, ഫിസിക്കലി ഡിഫിക്കൽട്ടീസ് വരുന്നത്, അല്ലെങ്കിൽ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരിക, നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നതൊക്കെ ഫിസിക്കൽ സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. നമ്മളുടെ ഫിസിക്കൽ ബോഡീനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ യൂസ്ട്രസ് ആണ് ഫോർത്ത് വൺ. യൂസ്ട്രസ് ഇവിടെ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം സ്ട്രെസ് ദാറ്റ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് സ്ട്രെങ്ത് ആൻഡ് ദ പോസിറ്റീവ് സ്ട്രെസ് ദാറ്റ് അറൈസസ് വെൻ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ആർ നീഡഡ്. ഇപ്പോൾ നമ്മൾ യൂസ്ട്രസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് സ്ട്രെസ്സാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം നെഗറ്റീവ് സ്ട്രെസ്സിൻ്റെ ഏരിയയിൽ വരുന്നതാണെങ്കിൽ യൂസ്ട്രസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ട്രെസ്സാണ്. ഇത് നമ്മളിപ്പോൾ ഒരു അത്ലറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ഷൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി ഫസ്റ്റ് ബോഡിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യും. ആ ഒരു പ്രോസസ്സിൽ നടക്കുന്നതാണ് യൂസ്ട്രസ് എന്ന് പറയുന്നത്. നമ്മളുടെ കംപ്ലീറ്റ് എനർജീനെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒരു യൂസ്ട്രസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ട്രെസ് ആൻഡ് ഷോർട്ട് ടേം സ്ട്രെസ്. നമ്മൾ ഫിസിക്കലി എനർജൈസ്ഡ് ആവുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂസ്ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഒരു അത്ലറ്റിക്സിനെയോ അല്ലെങ്കിൽ സ്പോർട്സ് ഏരിയാസിലൊക്കെ ഒരു സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്പോർട്സ്മാൻ എൻകറേജ് ആവുന്ന അല്ലെങ്കിൽ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു യൂസ്ട്രസ്സിൽ ഓർത്ത് വെക്കേണ്ടത്. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നീഡ് ചെയ്യുന്ന എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയായിട്ട് അവരവരുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ഈ ടൈമിൽ വരുന്ന ഒരു സ്ട്രെസ്സാണ്. ഇറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് സ്ട്രെസ്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ട്രെസ്. ഓക്കെ, ദെൻ ഡിസ്ട്രെസ്.
ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ മറ്റ് 3 കാറ്റഗറീസ് പോലെ തന്നെ നെഗറ്റീവ് സ്ട്രെസ്സാണ് എന്ന് പറയുന്നത്. നമ്മൾ ജോലീൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ വരുന്ന കോൺസ്റ്റൻറ്റ് റീഅഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, നമ്മളുടെ നോർമൽ മെൻറ്റാലിറ്റിക്ക് ഒരു ഡിസ്കംഫേർട്ടായിട്ടോ അല്ലെങ്കിൽ അൺഫെമിലിയാരിറ്റിയോ വരുത്തുന്നതാണ് ഈ ഒരു ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പം നമ്മൾ പെട്ടെന്ന് ജോലിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കുക, അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ജോബ് റൊട്ടേഷൻ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു റിപ്പീറ്റേറ്റീവ്നെസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ് റൊട്ടേഷൻ കൊടുക്കുന്നത്. പക്ഷേ ചില കേസിൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ജോലിയിൽ ഒക്യുപ്പൈ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാം. അതായത് നമ്മൾ അതിനോടുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കോൺസ്റ്റൻറ്റ് ട്രാൻസ്ഫേഴ്സ് വരുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു ഡിസ്ട്രെസ്സ് വരുന്നത്. ആൻഡ് ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡിസ്ട്രെസ്. അതാണ് അക്യൂട്ട് സ്ട്രെസ് ആൻഡ് ദ ക്രോണിക് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിസ്ട്രെസ്സിൻ്റെ പാർട്ട് തന്നെയാണ്, എന്നാൽ സ്ട്രെസ്സിൻ്റെ 2 ടൈപ്സായിട്ടും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിൽ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡിസ്ട്രെസ് ആൻഡ് ഇറ്റ് ഈസ് എ ഇൻറ്റൻസ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ദാറ്റ് കംസ് ഇമ്മീഡിയറ്റ്ലി വിത്ത് ചേഞ്ച് ഓഫ് റൂട്ടീൻ. നമ്മളുടെ റൂട്ടീൻ ജോബ്സിൽ വരുന്ന ചേഞ്ചസ്, ഇമ്മീഡിയറ്റ്ലി വരുന്ന ചേഞ്ചസ് കാരണം നമ്മളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ആക്ഷൻസിലും വരുന്ന ഇൻറ്റൻസ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ മോസ്റ്റ് സ്ട്രോങ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണ് ഈ ഒരു അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് കംസ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് പാസസ് ക്വിക്ക്ലി. എങ്ങനെയാണോ ഇത് വരുന്നത്, എത്ര ക്വിക്കായിട്ടാണ് ഈ ഒരു അക്യൂട്ട് സ്ട്രെസ്സ് വരുന്നത്, അതുപോലെ തന്നെ അക്യൂട്ട് സ്ട്രെസ്സ് പാസ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ട്രെസ്സ് നമുക്ക് റിലീവും കിട്ടും. ആൻഡ് ദ ക്രോണിക് സ്ട്രെസ് മീൻസ് എന്താ, ഒരു പീരീഡിലേക്കാണ്, ലോങ് പീരീഡിലേക്ക് വരുന്ന സ്ട്രെസ്സാണ്. നമ്മൾ ഒരു റൂട്ടീൻ ജോബിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നത് വഴി നമുക്കൊരു ലോങ് പീരീഡിലേക്ക് വരുന്ന സ്ട്രെസ്സാണ് ക്രോണിക് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ 8th വൺ, ഹൈപ്പർ സ്ട്രെസ് മീൻസ് നമ്മൾ ഓവർ വർക്ക് വരുന്ന അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുന്ന സമയത്ത് വരുന്ന സ്ട്രെസ്സാണ് ഹൈപ്പർ സ്ട്രെസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഓവർ വർക്ക്ഡ് ഓർ ഓവർ ലോഡഡ്. ദെൻ ലാസ്റ്റ് വൺ, ഹൈപ്പോ സ്ട്രെസ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹൈപ്പർ സ്ട്രെസ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ജോലി, എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ജോലിയും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് അത് കൊടുക്കാതെ വരുമ്പം, അതായത് അവരെ ഒരു റൂട്ടീൻ വർക്ക്സിൽ മാത്രം എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്നൊരു അൺചാലഞ്ചിങ് ആയിട്ടുള്ള ഫീൽ, അതുവഴി വരുന്ന സ്ട്രെസ്സാണ് ഹൈപ്പോ സ്ട്രെസ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹൈപ്പർ സ്ട്രെസ്. ഹൈപ്പർ സ്ട്രെസ് ഓവർലോഡഡ് അല്ലെങ്കിൽ ഓവർ വർക്ക്ഡ് ആവുന്ന സമയത്ത് വരുന്ന സ്ട്രെസ്സാണ്. ഹൈപ്പോ സ്ട്രെസ് എന്ന് പറയുന്നത് ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ അൺചാലഞ്ചഡ് ആയിട്ടുള്ള ജോലീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്ട്രെസ്സാണ് ഹൈപ്പോ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് സ്ട്രെസ്സിൻ്റെ ടൈപ്സ്. ഇനി നെക്സ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ജോബ് സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ ജോബ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഈസ് ദ സ്ട്രെസ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് അവർ ജോബ്. നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സാണ് ജോബ് സ്ട്രെസ് സിംപ്ലി. ഹിയർ ദ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ജോബ് സ്ട്രെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഹാർംഫുൾ physical and emotional responses that occur when the requirements of the job do not match the capabilities, resources or needs of the worker. നമ്മൾ സ്ട്രെസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അതിനെ ജോബ് കോണ്ടെക്സ്റ്റിലേക്ക് വരുത്തുന്നതാണ് ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ഒരു വർക്കറിൻ്റെ ക്യാപ്പബിലിറ്റീസിനോ അല്ലെങ്കിൽ അയാൾക്ക് അക്വയർ ചെയ്യാവുന്ന റിസോഴ്സസിനോ മാച്ച് ചെയ്യാത്തൊരു ജോലി അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വർക്കറിൻ്റെ ഇമോഷണൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ആസ്പെക്റ്റിൽ വരുത്തുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ റെസ്പോൺസസിനെയാണ് ജോബ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസസിൽ വരുത്തുന്ന ചേഞ്ചാണ് ഒരു വർക്കറുടെ ഫിസിക്കൽ ഓർ ഇമോഷണൽ റെസ്പോൺസസിൽ വരുത്തുന്ന ചേഞ്ചാണ്. ആൻഡ് എന്തുകൊണ്ടാണ് അത് വരുന്നത്, അവർക്ക് ആ വർക്കറിന് ഉള്ള ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ റിസോഴ്സസിന് മാച്ച് ചെയ്യാത്തൊരു ജോലി അല്ലെങ്കിൽ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ ആ റീസൺ എന്താണ് ആൻഡ് ഇത് എവിടെയാണ് റെസ്പോൺസ് വരുന്നത്, ഈ 2 ഫാക്ടറാണ് ഈ ഒരു ഡെഫിനിഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു ജോബ് സ്ട്രെസ് വരുന്നത്, വാട്ട് ആർ ദ കോസസ് ഓഫ് ജോബ് സ്ട്രെസ്?
ജസ്റ്റ് നോക്കി പോകാവുന്നതാണ് പോയിൻറ്റ്സ്. ഫസ്റ്റ് ഹൈ വർക്ക് ലോഡ്. നേരത്തെ പറഞ്ഞു ഹൈപ്പർ സ്ട്രെസ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഹൈ വർക്ക് ലോഡാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജോലി അറ്റ് എ ടൈം ചെയ്ത് തീർക്കണം എന്ന് പറയുന്ന ഓർഡേഴ്സ്, സുപ്പീരിയേഴ്സിൻ്റെ ഓർഡേഴ്സ്. മേ ബി ഇത് ലോവർ വർക്കിൽ മാത്രമല്ല വരുന്നത്, ചില ടൈംസിൽ സുപ്പീരിയേഴ്സിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് പോലും അവർക്ക് ചെയ്യാവുന്നതിലും കൂടുതൽ വർക്ക് ലോഡ് വരുന്ന സമയത്ത് ഈ ഒരു ജോബ് സ്ട്രെസ് വരാവുന്നതാണ്. ഇത് നമ്മുടെ ഫിസിക്കലി പോലും ഒരുപാട് നമുക്ക് ഹെയർ ഫോൾസ് ആണെന്നുണ്ടെങ്കിലും ഹെഡ് ഏക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫിസിക്കലി പോലും എഫക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ജോബ് സ്ട്രെസ്, ഹൈ ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇൻസഫിഷ്യൻറ്റ് വർക്ക് ലോഡ്. നേരത്തെ പറഞ്ഞു ഹൈപ്പോ സ്ട്രെസ്. ചാലഞ്ചിങ് ജോബ് ആക്സെപ്റ്റ് ചെയ്യാവുന്ന എംപ്ലോയീസിന് ചാലഞ്ചഡ് അല്ലാത്ത അല്ലെങ്കിൽ റൂട്ടീൻ ജോബ്സ് മാത്രം കൊടുക്കുന്നതാണെങ്കിൽ അവിടെ വരാവുന്ന ഒരു സ്ട്രെസ്സാണ് ഈ ഒരു ഹൈപ്പോ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ സ്ട്രെസ്സിനെയാണ് ഇവിടെ ഇൻസഫിഷ്യൻറ്റ് വർക്ക് ലോഡ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ചാലഞ്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് ലോഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടത്ര ജോലി കിട്ടാത്ത അവസ്ഥ, അതവർക്ക് അവരുടെ ഫുൾ ക്യാപ്പബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് വരുന്ന ഒരു സ്ട്രെസ്സാണ്. ദെൻ നെക്സ്റ്റ് ഇൻഎഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ്. അതെങ്ങനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? മാനേജേഴ്സിൻ്റെ പുവർ ഡിസിഷൻ മേക്കിംഗ്, പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ വർക്കേഴ്സിൻ്റെ ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഫ്രണ്ട്ലിനെസ്, ലാക്ക് ഓഫ് ഫ്രണ്ട്ലിനെസ്, ഇതൊക്കെയാണ് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടേം മനസ്സിലാക്കി വെക്കുക. അതെന്ന് പറയുന്നത് ചില മാനേജേഴ്സ് ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യും. ഇതിനാണ് മൈക്രോ മാനേജ്മെൻറ്റ്. മൈക്രോ മീൻസ് മൈന്യൂട്ടായിട്ടുള്ള, ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള എംപ്ലോയീസിനെ പോലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന മാനേജേഴ്സിനെയാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും എംപ്ലോയറെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ്നെസ് ആണ്. കാരണം എംപ്ലോയീസിന് വേണ്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫ്രീഡം ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യാത്ത എംപ്ലോയേഴ്സാണ് ഈ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് എന്നുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈല് ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇതും ജോബ് സ്ട്രെസ്സിന് റീസൺ ആവാവുന്നതാണ്, വേണ്ടത്ര ഫ്രീഡം കിട്ടാത്തത് എംപ്ലോയീസിന്. ദെൻ നെക്സ്റ്റ് വൺ വർക്ക് റോൾസ് ആണ്. വർക്ക് റോൾസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ജോബ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് അൺസർട്ടൺ ആവുന്ന കേസസിൽ, അതായത് ഒരു വർക്കർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾക്ക് ക്ലിയർ ഐഡിയ ഇല്ലാത്ത സിറ്റുവേഷനാണ് വർക്ക് റോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് റോള് ക്ലിയർ അല്ലാത്ത സിറ്റുവേഷൻസിലും അവർക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് വരും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ. അപ്പോൾ അത് എന്ത് ചെയ്യാം, സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യാം. ദെൻ കരിയർ കൺസേൺ. കരിയർ കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ കൺസേൺ ആവുന്ന ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ എന്ത് വരാം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ വരും. മറ്റ് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ നമ്മളെ ജോലിയിൽ മാത്രം, കരിയറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പുവർ വർക്കിംഗ് റിലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇൻഫോർമൽ ആസ് വെൽ ആസ് ഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഫോർമൽ ഗ്രൂപ്പ്സ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് നമ്മളുടെ സോഷ്യൽ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, നമ്മളുടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്രോപ്പർ സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഇല്ലാത്ത സമയത്ത് എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് അവരുടെ പേഴ്സണൽ ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഏരിയ, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വരികയാണ്. അപ്പോൾ പുവർ വർക്കിംഗ് റിലേഷൻസ് അല്ലെങ്കിൽ വർക്ക് ഗ്രൂപ്പ്സ്, സോഷ്യൽ വർക്ക് ഗ്രൂപ്പ്സ് ഇല്ലാത്തൊരു കേസിലും സ്ട്രെസ്സ് ഇൻവോൾവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ഇൻസഫിഷ്യൻറ്റ് എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്. ഒരു എംപ്ലോയി അപ്പോയിൻ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ട്രെയിനിങ് കിട്ടാത്ത ഒരു എംപ്ലോയീസിനോട്
ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ട്രെയിനിങ് നീഡ് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ഏരിയാസിൽ ജോലി ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതവർക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് എമേർജ് ചെയ്യുക. കാരണം അവർക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ അതും സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും. എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ഇല്ല എന്ന് പറയുന്നത്. ദെൻ ബ്ലെയിം കൾച്ചർ, അത് സുപ്പീരിയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ സുപ്പീരിയേഴ്സ് ഓരോ മൈന്യൂട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിന് എന്ത് ചെയ്യാം, അവരുടെ ഒരു ഫ്രീഡം ഓഫ് വർക്കിനും അവരുടെ വർക്കിംഗ് മെത്തേഡ്സിനൊക്കെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അവരെന്ത് ചെയ്യില്ല, അവർക്ക് ക്ലിയർ ആണ് അല്ലെങ്കിൽ കറക്റ്റാണെന്ന് തോന്നുന്ന ഐഡിയാസ് പോലും റിവീൽ ചെയ്യില്ല ബിക്കോസ് ഓഫ് ദിസ് ബ്ലെയിം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൾട്ടിപ്പിൾ റിപ്പോർട്ടിംഗ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ സിംഗിൾ ലൈൻ ഓഫ് കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിലും മറ്റ് മാനേജേഴ്സിനും എല്ലാവർക്കും കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുള്ളൊരു ഈസിനെസ് കിട്ടുന്നുണ്ട്. പക്ഷേ മൾട്ടി റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ലൈന് പകരം മൾട്ടി ലൈൻ കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അല്ലെങ്കിൽ ലോവർ ലെവലായിട്ടുള്ള പേഴ്സൺസിന് ഒരു റീസൺ വരാവുന്നതാണ്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുക, ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാവുന്നതാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിംഗിൾ ലൈന് റിപ്പോർട്ടിംഗ് യൂസ് ചെയ്യാം. ദെൻ പുവർ ഇൻഫർമേഷൻ സിസ്റ്റം. പുവർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെവലാണ് പുവർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ പുവർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. പുവർ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുവർ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഇപ്പോൾ ഹൈ ഹീറ്റ് വരുന്ന സിറ്റുവേഷൻ, മെഷീനറീസ് എന്താ പറയുക കൂടുതലായിട്ട് ഹീറ്റ് ആവുക അല്ലെങ്കിൽ പ്രോപ്പർ വെൻറ്റിലേഷൻ ഫെസിലിറ്റീസ് ഇല്ലാതെ വരിക, ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യുക വർക്ക് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരുന്നതിനുള്ള ഒരു റീസൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതും എന്ത് ചെയ്യാം ചില കേസിൽ സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് ജോബ് സ്ട്രെസ്സിൽ വരുന്ന ലാസ്റ്റ് പോയിൻ്റാണ് കോൺസിക്വൻസസ്. എന്തൊക്കെയാണ് ജോബ് സ്ട്രെസ്സ് കൊണ്ട് വരാവുന്ന കോൺസിക്വൻസസ്? അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ എഫക്റ്റാണ്. നമുക്കറിയാം സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഫിസിക്കലി നമുക്കൊരുപാട് പ്രോബ്ലംസ് വരും. ഫോർ എക്സാമ്പിൾ ഹെഡ് ഏക്സ്, അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആവുന്ന സമയത്ത് ഹെഡ് ഏക്ക് വരിക, അല്ലെങ്കിൽ എന്താ പറയുക ബ്ലഡ് പ്രഷറിൽ വരുന്ന വേരിയേഷൻസ്, ഹാർട്ട് വേരിയേഷൻസ്, നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോർമലി കേട്ട് വരുന്ന പ്രോബ്ലംസാണ്. ഇതിനൊക്കെയാണ് ഫിസിയോളജിക്കൽ എഫക്റ്റിൽ പറയുന്നത്. നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫിസിയോളജിക്കൽ എഫക്റ്റ്. ദെൻ എന്ത് വരാം, സൈക്കോളജിക്കൽ എഫക്റ്റ് വരാം. നമ്മളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാവുന്നതാണ് സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരാവുന്ന പ്രോബ്ലംസ് ആണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ അതിൽ കൂടുതൽ വെറിയിങ് ആവുക. അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് സൈക്കോളജിക്കലി നമ്മൾ പാനിക് ആവും. പെട്ടെന്ന് ചില പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആകും, ചിലവരാണെന്നുണ്ടെങ്കിൽ പാനിക് ആവും. നമ്മൾ സൈക്കോളജീനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ലോൺലി ഫീൽസ് വരിക, അല്ലെങ്കിൽ ഹാപ്പി ആവുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എൻജോയ് ചെയ്യുന്ന സിറ്റുവേഷൻ പോലും പെട്ടെന്ന് ഇറിറ്റേറ്റബിളായിട്ട് ഫീൽ ചെയ്യുക, ഇതൊക്കെ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ലാസ്റ്റ് ബിഹേവിയറൽ ഇമ്പാക്റ്റ്. ഇപ്പോൾ മെൻ്റലി സ്ട്രെസ് ആവുന്ന കേസിലാണ് നമ്മൾ ഒരുപാട് ബാഡ് ഹാബിറ്റിലേക്ക് പോകുന്നത്. നമ്മളുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുക, നമ്മളുടെ ബിഹേവിയേഴ്സിൽ വരുന്ന ചേഞ്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക് ആവുന്നത്, അല്ലെങ്കിൽ ചെയിൻ സ്മോക്കേഴ്സ് ആവുന്നത്, ഇതൊക്കെ നമ്മളുടെ സ്ട്രെസ് റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന മെഷേഴ്സാണ്. അപ്പോൾ നമ്മളുടെ ബിഹേവിയേഴ്സിലും ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജോബ് സ്ട്രെസ്സിന് വരുന്ന കോൺസിക്വൻസസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.